എൻ്റെ വീട്ടിലാണ്. ഇന്നലെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അത് എഴുതാനായിട്ട് വന്നതായിരുന്നു. രാവിലെ എനിക്ക് പ്രത്യേകിച്ച് അടുക്കളപ്പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങി. നമുക്കിവിടെ ഒരു കുരിയാല ഉണ്ടായിരുന്നേ. അത് എടുത്ത് കളയുന്നതിന് മുമ്പ് വരെ ഇവിടെ നല്ല വെള്ളമണ്ണായിരുന്നു. തൂത്തിട്ടാൽ നല്ല ഭംഗിയായിരുന്നു. അത് പിന്നെ കുരിയാല കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ചതിന് ശേഷം നമ്മളിവിടെ ചെമ്മണ്ണ് അടിച്ചിട്ട് അതിന് ശേഷം എപ്പോഴും പോച്ചയാണ്. നമ്മൾ എത്ര പിച്ചിയാലും പോച്ച പിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം തൂത്ത് വൃത്തിയാക്കി. ആമിക്കുട്ട അമ്മ പൊതിച്ച തേങ്ങാ വെള്ളം കുടിച്ചുകൊണ്ട് നടപ്പായി. ആമി മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഈ കെട്ടുന്ന ഊഞ്ഞാൽ ഇവിടെ വലിയൊരു അടിക്കുള്ള ഊഞ്ഞാലാണ്. ബാക്കി രണ്ടുപേരും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ അടി തുടങ്ങും. നമ്മൾ പണ്ട് ഉണ്ട ഇടത്തില്ലായിരുന്നു, അതുപോലെ ആമിക്കുട്ടനെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നേരം ആമി ആടിയപ്പോഴത്തേക്ക് അടുത്ത ആൾ എഴുന്നേറ്റ് വന്ന് വലിയൊരു അടി പ്രതീക്ഷിച്ചതാണ്. പക്ഷെ രണ്ടുപേരും നല്ല സ്നേഹത്തിലും നയപരമായിട്ട് ഒരുമിച്ചങ്ങ് പോയി. കുറച്ച് നേരം നിന്നിട്ട് അപ്പ ഇവിടെ എപ്പോഴും ചെടി വെച്ച് പിടിപ്പിക്കുക. ഒരുപാട് ചെടി അപ്പ അവിടെ വെച്ച് പിടിപ്പിക്കും. ഇത് ഞങ്ങളുടെ കൂവളമാണ്. പയർ വിത്തും പ്ലാവും മാവും എല്ലാം അപ്പ വെച്ച് പിടിപ്പിക്കുക. അത്യാവശ്യം അപ്പ ചെടികളും പൂ പിടിക്കുന്ന ചെടികളും ഇവിടെ വെച്ച് പിടിപ്പിക്കുക. അപ്പാന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണ്. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പുറം ചേച്ചിയുടെ മക്കളും വന്നേ. അവരപ്പുറത്താണ് താമസിക്കുന്നത്. പിള്ളേരെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഞാൻ രാവിലെ കുളിച്ച് അപ്പുറത്തുള്ള കാവിലും നമ്മുടെ പഴഞ്ഞിക്കാവ് അമ്പലത്തിലോട്ടും പോയേ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. 7 വരെ ഞാൻ പഠിച്ച സ്കൂൾ.